അതാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുണ്ടല്ലോ. 7 ദാനങ്ങളുണ്ട്. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവ്. ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വില അറിയാൻ കിട്ടുന്ന, ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാകുകയാണ്. ദൈവം അത് ജ്ഞാനം കിട്ടുകയാണ്. അപ്പോഴാണ് ശരിക്കുള്ള ദൈവിക ജ്ഞാനം വരുമ്പോൾ നമുക്ക് ലോകത്തോടും ലോകസുഖങ്ങളോടും അവഞ്ഞം വരും, നമുക്ക് ഇൻഡിഫറൻസ് വരും, താല്പര്യം കൂടും. എന്നിട്ട് അതിനെ സ്വന്തമാക്കാൻ നിത്യജീവിതം സ്വർഗത്തിലേക്ക് കണ്ണു നട്ട് നിൽക്കുകയാണ്. ഇതിനൊരു വിലയും കിട്ടുന്നില്ല. അവന്റെ ജ്ഞാനത്തിൽ, അവന് ജ്ഞാനമുള്ളവന് വിലയുള്ളത് നിത്യജീവിതമാണ്, സ്വർഗീയ ജീവിതമാണ്. ജ്ഞാനമുള്ളവന് വില കൊടുക്കുന്നത്, ജ്ഞാനമില്ലാത്തവന് ഈ ഭൂമിക്കാണ് അവൻ വില കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഭൂമിക്ക് അവൻ വില കൊടുത്തുകൊണ്ട് അവൻ എന്ത് ഗുണമുണ്ട്? ഒരു ഗുണമില്ലെന്ന് അവൻ അറിയത്തില്ല. അതാണ് അവന്റെ അവസ്ഥ. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ തന്നെ അറിയത്തില്ല. അന്ന് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം കിട്ടുമ്പോൾ നമുക്ക് നിത്യജീവിതം, നിത്യരക്ഷയെക്കുറിച്ചുള്ള അതിന്റെ വില മനസ്സിലാകുക, ദൈവിക ജ്ഞാനം കിട്ടുക, ഈശോയുടെ വില മനസ്സിലാകുക. അപ്പോൾ ഇവിടെയുള്ള ഒന്നിനോട് താല്പര്യമാണ്. പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ പതുക്കെ പതുക്കെ ലോകവുമായിട്ടുള്ള ബന്ധം, പതുക്കെ വേഗത്തിൽ തന്നെ വ്യക്തി ലോകസുഖങ്ങളോടും ലോകത്തോടുള്ള ബന്ധം മുറിച്ചു കളയുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് കിട്ടിയത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിലെ 1ാമത്തെ ദാനമാണ് കിട്ടിയത്. ദൈവിക ജ്ഞാനം കിട്ടിയ മനുഷ്യനാണ്. ആ ദൈവത്തിന്, ആ സ്വർഗീയ, അത് വിലയുള്ളത് ഏറ്റവും വലുതെന്തെന്ന് കണ്ടുമുട്ടി തിരിച്ചറിയുന്നു. അത് ദൈവിക ജ്ഞാനം കിട്ടുക.